ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചൂട് സമയം വേനൽക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കോഴികളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇച്ചിരി റിസ്ക്കായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കോഴികളെ ഏറ്റവും ഹെൽത്തി ആയിട്ട് നമുക്ക് അവരെ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള 10 ടൈപ്പ് ടിപ്പുകളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അവർക്ക് എന്തെല്ലാം ടൈപ്പ് ഡ്രിങ്ക് കൊടുക്കാം അത് എന്നുള്ള കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒന്ന് പറയുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം ഡ്രിങ്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഇന്ന് ഒറ്റ വീഡിയോയിൽ പറയുവാണ്. അപ്പോൾ 10 ടൈപ്പ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒറ്റ ദിവസം കൊടുക്കണ്ട, ഓരോ ദിവസവും ഓരോന്ന് കൊടുക്കുക. അപ്പോൾ അത് ഓരോ ദിവസവും ട്രൈ ചെയ്ത് കൊടുക്കുക. അത് ഉച്ച സമയത്ത് കൊടുക്കണമായിരിക്കും നല്ലത്. അത് എല്ലാ ദിവസവും കൊടുക്കുന്ന വെള്ളം, രാവിലെ കൊടുക്കുന്ന വെള്ളം നിങ്ങൾ വൈകുന്നേരം എന്താണെങ്കിലും മാറ്റി വെക്കണം. രാവിലെ മുതൽ വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെക്കണം. പിന്നെ അത് ചീത്തയാവും. പിന്നെ വെച്ച് കൊടുക്കരുത്. അടുത്തത് പിറ്റേന്ന് അല്ലെങ്കിൽ വൈകുന്നേരം വേറെ വെള്ളം എന്തെങ്കിലും, ശുദ്ധമായ വെള്ളം എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആര്യവേപ്പും മഞ്ഞളുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ആര്യവേപ്പും മഞ്ഞളും കൂടി എടുത്തിട്ട് അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അരിച്ച് വെള്ളം കൊടുക്കാം. അതുപോലെ വെള്ളം കലർത്തി കൊടുക്കുന്നവരാണെങ്കിൽ ആ വെള്ളം തന്നെ ഫുഡിൽ കലക്കി കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളമായിട്ട് മാത്രം കൊടുക്കാം. പിന്നെ ഉള്ളത് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, ഇത് 2 ഓണിയനില്ലേ, ഇത് ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. അത് എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും ഏറ്റവും നല്ലതാണ്. ഫാമുകാരും ഒക്കെ എല്ലാവരും കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കോഴികൾക്ക് സ്ട്രെസ് കുറക്കാനും അവരുടെ ഉള്ളിലെ അവയവങ്ങളുടെ ചൂട് ഏറ്റവും കൂടുതൽ താപനില കറക്റ്റാക്കാനും ഇത് നല്ലത് സവാള തന്നെയാണ്. അപ്പോൾ സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഫുഡിൽ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫുഡിൽ അത് സവാള കഴിക്കാത്ത കോഴികളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും വേറൊരു വെള്ളം സമയത്ത് കൊടുക്കരുത്. ഇതുപോലെ സവാള കലക്കിയിട്ട് ആ കലക്കി വെള്ളം കൊടുക്കുക. അപ്പോഴത്തേക്കും കോഴികൾ കഴിച്ചോളും. രാവിലെ വെക്കുമ്പോൾ ഒരു വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും മാറ്റിയേക്കുക. കുടിച്ച് തീരാവുന്ന പത്രം ചെറിയ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി. വലിയ പാത്രത്തിലൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മാറ്റി വേറെ വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തേത് അതാണ്. നമുക്ക് മൂന്നാമത്തേത് വെച്ചാൽ നാരങ്ങാ വെള്ളം നമുക്ക് കൊടുക്കാം. നാരങ്ങാ വെള്ളവും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നാരങ്ങ നീര് പിഴിഞ്ഞ് വെള്ളം കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങാൻ്റെ തൊണ്ട് എന്തെങ്കിലും ഇതുപോലെ തന്നെ മിക്സിയിൽ അടിച്ചിട്ട് ആ വെള്ളം തിളപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നാരങ്ങ ഇട്ട് തൊണ്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ വെള്ളം കൊടുക്കാം. അപ്പം നാരങ്ങ എങ്ങനെ കൊടുത്താലും അത് ഏറ്റവും നല്ലതാണ്. കോഴിക്ക് വൈറ്റമിൻ സി അടങ്ങിയ വെള്ളം ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ നീരും വളരെ നല്ലതാണ്. ഓറഞ്ചിൻ്റെ തൊണ്ടും ഇതുപോലെ തന്നെ മിക്സിയിലടിച്ച് വെള്ളം തിളപ്പിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഓറഞ്ച് പിഴിഞ്ഞ് അതങ്ങനെയും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കൂടുതൽ കംഫർട്ടബിൾ അതങ്ങനെ കൊടുക്കുക. അവർക്ക് ചൂടിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ രക്ഷിച്ചെടുക്കാം എന്ന്. അതുപോലെ ഏറ്റവും നല്ലൊരു ഇതാണ് ഇഞ്ചി മാത്രം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും. നമ്മൾ വീട്ടിൽ നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം എടുത്ത് വെക്കുമല്ലോ, ഇഞ്ചി ഇട്ട് വെള്ളം. അതുപോലെ തന്നെ നമുക്ക് കോഴികൾക്കും ഇഞ്ചി ഇട്ട് ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് രാവിലെ ഇഞ്ചി വെള്ളം കൊടുക്കുന്നത് രാത്രി തന്നെ നമുക്കൊന്ന് തിളപ്പിച്ച് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് തിളപ്പിച്ചിട്ട് അത് മാറ്റി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനും എടുക്കാം, അത് തന്നെ കോഴികൾക്കും കൊടുക്കാം. അത് ഇഞ്ചിയും വളരെ നല്ലതാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. അവർക്ക് ഏറ്റവും നല്ല ഡ്രിങ്കും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ പിന്നെ ഒരു ദിവസം വെച്ചത് പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ കൊടുക്കരുത്. ഇപ്പോൾ ഇന്ന് വെച്ച് പിന്നെ നാളെ പിന്നെ ആ വെള്ളം തന്നെ കൊടുക്കണ്ട, വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കുക. പിന്നെയുള്ള പുതിന ഇല, മല്ലിയില, ഇവ രണ്ടും നല്ലതാണ്. അതുപോലെ മല്ലിയിലയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും നമുക്ക് ഇതുപോലെ വെള്ളമിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളത് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് ഏറ്റവും നല്ല സാധനം തന്നെയാണ്. ഗ്ലൂക്കോസും ഇതുപോലെ നമുക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുക്കാം, അല്ലെങ്കിൽ ORS കലക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കുമ്പോൾ തണുത്ത വെള്ളം കുറച്ചൊക്കെ ഈ ഐസിട്ട വെള്ളം അല്ല കഫക്കെട്ട്, ചുമ ഇങ്ങനെയൊക്കെ കോഴിക്ക് വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൺകലവോ അല്ലെങ്കിൽ മൺകൂനൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ഇതിലൊക്കെ നമുക്ക് വെള്ളം വെച്ച് അത് തണുപ്പിച്ചിട്ട് അത് കൊടുക്കാം. പിന്നെ കോഴികൾക്ക് കൊടുക്കുമ്പോഴേക്കും മൺചട്ടിയിലുള്ള കടകൾക്ക് ഷോപ്പിലൊക്കെ കോഴിക്ക് വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനുള്ള മൺചട്ടികൾ കിട്ടും. അതുപോലത്തെ മൺചട്ടിയൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും മൺകലത്തിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും വെള്ളം കൊടുക്കാം. അങ്ങനെയും വെള്ളം കൊടുക്കാം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ
കഞ്ഞിവെള്ളം എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കേട്ടോ. നമ്മൾ അന്നന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളമല്ല, കഞ്ഞിവെള്ളം പിറ്റേന്ന് ഇരിക്കുമ്പോഴത്തേക്കും പുളിക്കുമല്ലോ, അങ്ങനെ പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് കോഴികൾക്ക് കൊടുക്കാം. ഇതുപോലെയുള്ള ഓരോ വെള്ളവും കൊടുക്കുമ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും ഒരേ വെള്ളം തന്നെ കൊടുക്കണ്ട, എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ഓരോ ദിവസവും മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് കോഴികളുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ എന്തായാലും എല്ലാ വീട്ടിലും സവാള ഉണ്ടാവും. സവാള മസ്റ്റായിട്ട് ഉണ്ടാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സവാള എന്താണെങ്കിലും ഉള്ള, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സവാള അരച്ച് തന്നെ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അവർക്ക് കൂടുതൽ തണുപ്പ് കിട്ടാനും ഇതൊക്കെയായിട്ടും സവാള ആയിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സവാള ചെയ്ത് അങ്ങനെ അടിച്ച് വെള്ളത്തിൽ കലക്കി കൊടുത്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കൊടുക്കാൻ പറ്റിയ എന്തെന്നാണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് പനിക്കൂർക്ക, തുളസിയില അങ്ങനെ ഇട്ട വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കൂലേ, അതുപോലെ തന്നെ കോഴിക്കും ആ വെള്ളം പനിക്കൂർക്കയും തുളസിയിലൊക്കെ ഇട്ടെന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളവും കൊടുക്കാം. പിന്നെ നമുക്കും ദാഹത്തിന് ഏറ്റവും നല്ലതാണ് മോര് അല്ലേ. മോര് എന്ന് പറയുന്നത് ചൂട് സമയത്ത് നമുക്കൊരു മോര് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു മോര് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഉന്മേഷം ഉഷാറൊക്കെ കിട്ടും. അതുപോലെ തന്നെയാണ് കോഴികൾക്കും. നമുക്ക് മോരും വെള്ളം എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുക. വളരെ ലയിപ്പിച്ച് കൊടുക്കാവുള്ളൂ, കട്ടിക്ക് കൊടുക്കരുത്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് മോരടിക്കുകയാണെങ്കിൽ ഒരു 2 കുപ്പി അല്ലെങ്കിൽ 3 കുപ്പി വെള്ളമൊക്കെ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ലയിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് നമ്മൾ അധികം വെള്ളം എന്ന് വെച്ചാൽ അവർക്ക് കുടിച്ച് തീർക്കാം. നമ്മൾ ഇപ്പോൾ രാവിലെ വെച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കും, ഉച്ചയ്ക്ക് സമയം ചെന്ന് നോക്കുക വെള്ളം തീർന്നിട്ടുണ്ടോയെന്ന്. വെള്ളം അപ്പോൾ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ പാത്രം മാറ്റിയിട്ട് നമുക്ക് വേറെ വെള്ളം വെച്ച് കൊടുക്കാം. ഇപ്പോൾ രാവിലെ നമ്മൾ മോര് വെള്ളം കൊടുത്തല്ലോ, അപ്പോൾ പിന്നെ അടുത്ത് തന്നെ വേറെ തന്നെ കൊടുക്കണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നല്ല കുടിക്കുന്ന കുടിവെള്ളം ഏതാണോ വെച്ചാൽ അത് കൊടുക്കുക. നമുക്ക് ഒരു കാരണവശാലും അഴുക്ക് വെള്ളം കോഴികൾ കുടിക്കാതെ നോക്കുക കേട്ടോ. ഈ സമയങ്ങളിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ സമയത്ത് വെള്ളമാണ്. ഫുഡിനേക്കാളും കൂടുതൽ കോഴികൾ ഇപ്പോൾ വെള്ളത്തിന് വേണ്ടിയായിരിക്കും ഇതാകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കോഴികൾക്ക് ചൂട് താങ്ങാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഒന്നും കൂടി നമ്മൾ അറിയണമല്ലോ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കോഴികൾക്ക് ചൂട് അവർക്ക് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ, അവർ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും തളർന്നിരിക്കുക, പിന്നെ ചിറകൊക്കെ വിടർത്തി ഇങ്ങനെ കാറ്റ് കൊള്ളാൻ നിൽക്കില്ലേ. നമ്മളൊക്കെ ഇങ്ങനെ പണിയെടുത്ത് വിഷമിച്ച് നിന്നിട്ട് ഒരു ടേബിൾ ഫാനിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നേരെ നിവർന്ന് നമുക്ക് പറ്റും. അതുപോലെയൊക്കെ കോഴി ഇങ്ങനെ നിവർന്ന് നിൽക്കുക കണ്ടിട്ടില്ലേ, ചിറകൊക്കെ വിടർത്തി തലയൊക്കെ പൊക്കി, അതുപോലെ ഇങ്ങനെ മേളിലേക്ക് കഴുത്തൊക്കെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ അണക്കും പോലെയൊക്കെ കാണിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് ദാഹം, അവരുടെ ചൂട് അത്രയും കഠിനമായത് കൊണ്ടാണ് അവർ ആ അവസ്ഥയിലൊക്കെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ കോഴികൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചൂട് ഇഷ്ടമാണ്, മണ്ണിലാണ് കുളിക്കുന്നത് എങ്കിലും നമ്മൾ അവർക്കൊന്ന് വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുക കേട്ടോ. അവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഉച്ച സമയത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൊടി കൂടുതലായതുകൊണ്ടും ചൂട് കൂടുതലായതുകൊണ്ടും കോഴികൾക്ക് കുരിപ്പ്, അതുപോലെ തളർച്ച, ക്ഷീണം, അതുപോലെ അസുഖങ്ങൾ വരാൻ ഒരുപാട് സാധ്യതയുള്ള സമയവും കൂടിയാണിത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ തണുപ്പിക്കുക, അവർക്ക് ചൂടിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമയും കൂടിയാണ്. നമുക്കൊരിടത്ത് ഇപ്പോൾ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം ചൂടുണ്ടാവും, എന്തുമാത്രം വെള്ളം കുടിക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് ഭക്ഷണത്തിനോടല്ല ഇപ്പോൾ കൂടുതൽ എല്ലാവർക്കും താല്പര്യം. കുറേ വെള്ളം കുടിക്കാൽ എത്രയും വെള്ളം കുടിയാലും ആർക്കും മതിയാവുന്നില്ല. എല്ലാവരും വീണ്ടും വീണ്ടും വെള്ളത്തോടാണ് ആവശ്യം വന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ മൃഗങ്ങളും. നമ്മൾ കോഴികൾ മാത്രമല്ല, താറാവ് ഉണ്ടാകും, ബേഡ്സ് ഉണ്ടാകും, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ജീവജാലങ്ങൾ എന്ത് വളർത്തുന്നോ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ കൂടുതൽ ആവശ്യമുള്ളത് വെള്ളമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ഫുഡ് അവർക്ക് രാവിലെയും വൈകുന്നേരമായിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തായാലും ഓൾറെഡി ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ലേ ഈ പറഞ്ഞില്ല, അത് തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയതും. അവരുടെ ഉള്ളും കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി. ഇപ്പം നമുക്കൊരു ഉച്ച സമയത്ത് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു തണുത്ത വെള്ളം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമുക്കൊരു കിട്ടുന്ന ഒരു ആശ്വാസം. അതുപോലെ തന്നെയല്ലേ കോഴികളുടെ അവസ്ഥ തന്നെ. അവർക്ക് നമ്മൾ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സവാള അരച്ചോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസൊക്കെ നിസ്സാര വിലക്ക്
വിലക്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ ഇലക്ട്രോ പൗഡറൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിലവിൽ കിട്ടുന്ന എന്താണോ അതൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ പുതിനയിലേക്കെന്ന് വെച്ചാൽ ഒരു ചെറിയ കമ്പ് പുതിനയില കടയിൽ നിന്ന് വാങ്ങിച്ച് ഒരു കമ്പ് കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പുതിനയില പിടിക്കും. അപ്പോൾ ആ പുതിനയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമുക്ക് എല്ലാ ദിവസവും എല്ലാവരുടെ വീട്ടിലും മലയാളികൾ എല്ലാ വീട്ടിലും വെക്കുന്നതാണ് കഞ്ഞി. ചോറ് വെക്കും. അപ്പോൾ ചോറ് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ കഞ്ഞിവെള്ളം എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ തലേന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് പിറ്റേ ദിവസം നേർപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതും അവർക്ക് ഏറ്റവും കൂടുതൽ ദാഹശമനി കൂടിയാണ്. പിന്നെ മോരിപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും എന്ന് പറയുന്നില്ല, മോരുള്ളവർ ഇപ്പോൾ മോരിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ വീട്ടിലും മോരുണ്ടാവും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഉള്ളവർ അതും ഇതുപോലെയൊക്കെ ഒന്ന് ലയിപ്പിച്ച് കൊടുക്കുക. പിന്നെ നാരങ്ങായും ഓൾറെഡി നമുക്ക് ഈ ചൂട് സമയം കൊണ്ട് മിക്കവരും വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്ക് വെള്ളം കലക്കുന്ന കൂട്ടത്തിൽ അവർക്കും ഒരു കുറച്ച് നാരങ്ങ അതിനെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുക. എന്നിട്ട് അതിന് തൊണ്ടാണെങ്കിലും മതിയല്ലോ. തൊണ്ട് നമുക്ക് കോഴികൾക്കൊന്ന് മിക്സിയിട്ട് അടിച്ചെടുത്ത് മിക്സിയിട്ട് അടിച്ചെടുക്കണ ഇതുണ്ടല്ലോ ലായനി, അതൊന്ന് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കി കൊടുക്കുക. അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് ഇതുണ്ട് ഓരോന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ മെയിനായിട്ടുള്ള കാര്യം ഉച്ച സമയത്ത് ഒക്കെ ആണെങ്കിലും കുറച്ച് സമയം ഇവർക്ക് പുറത്ത് നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഒന്ന് അവർക്ക് ആ കൂടിൽ നിന്നുള്ളൊരു റിലീഫ് കൊടുക്കുക. നമ്മൾ പുറത്ത് ആളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ സ്ഥല സൗകര്യങ്ങളുള്ളവരാണെങ്കിലും ഒന്നിങ്ങനെ പുറത്തൊക്കെ വിട്ട് അവർക്കൊന്ന് നടക്കാനും സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒരേ കൂട്ടിൽ തന്നെ കിടക്കുമ്പോഴത്തേക്കും ചൂട് അവർക്ക് സഹിക്കാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ നമ്മുടെ കോഴികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് സ്ഥല സൗകര്യമുള്ളവരും കുറച്ച് ഇതൊക്കെയുള്ളവർ പുറത്താണെങ്കിലും അവർക്ക് കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം ഒന്ന് പുറത്തേക്കൊന്ന് വിട്ട് നടക്കാനുള്ള സൗകര്യം കൂടി കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് അവർക്ക് എപ്പോഴും അവർക്ക് വെള്ളം കുടിക്കാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ കോഴികൾക്കൊന്നും സംഭവിക്കില്ല. ഈ വേനൽക്കാലത്ത് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ കോഴികളെ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഈ സമയത്ത് ചൂട് കൂടുതലായിട്ട് മുട്ടയൊക്കെ ചിലർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും മുട്ടയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ